തിയേറ്റർ റിലീസിന് തൊട്ടുമുമ്പാണ് എമ്പുരാനിൽ നിന്ന് വമ്പൻ നിർമ്മാണ കമ്പനിയായ ലൈക്ക പിന്മാറിയത്. പക്ഷേ ആർക്കും അതിന്റെ കാരണം പിടികിട്ടിയില്ല. ഒടുവിൽ ഗോകുലം മൂവീസിനെ ഒരുവിധം ഓടിച്ചിട്ട് പിടിച്ചാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും എമ്പുരാനെ തിയേറ്ററുകളിൽ എത്തിച്ചത്. പ്രിവ്യൂ ഷോ കാണാത്ത മോഹൻലാൽ ആദ്യ തിയേറ്റർ ഷോ കഴിഞ്ഞ് മുഖം കറുപ്പിച്ചാണ് വീട്ടിലേക്ക് വെച്ചുപിടിച്ചത്. തൊട്ടുപിന്നാലെ രാജ്യഭരണം കൈയാളുന്ന പാർട്ടിക്കെതിരെയുള്ള പരസ്യമായ കൊമ്പുകോർക്കലാണ് എമ്പുരാനെന്ന് RSS കേന്ദ്രങ്ങൾ ആരോപിച്ചു തുടങ്ങി. ആദ്യ 2 ദിനം സംവിധായകൻ പൃഥ്വിരാജ് അടക്കം പിടിച്ചുനിന്നു. ഒടുവിൽ മോഹൻലാൽ ഖേദപ്രകടനം നടത്തി തടിയൂരിയതോടെ വിവാദം ചൂടുപിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയതെന്ന് ഇപ്പോൾ പിടികിട്ടിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നത്. എമ്പുരാൻ പുറത്തിറങ്ങിയാൽ ചിത്രം വിവാദമാകുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നോട്ടപ്പുള്ളികളായി തങ്ങൾ മാറുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ടീസർ പോലും പുറത്തുവന്നതിനു ശേഷം ആന്റണിയുടെ ആശീർവാദിനെ ഒറ്റയ്ക്കാക്കി സ്ഥലം വിട്ടത് ലൈക്കയുടെ കുശാഗ്രബുദ്ധി തന്നെ. വിദേശത്ത് കള്ളപ്പണ കേസുകൾ നേരിടുകയാണ് ലൈക്ക ഉടമ സുഭാസ്കരൻ. ഇന്ത്യ ഗവൺമെന്റിനെ കൂടി പിണക്കിയാൽ എന്തു സംഭവിക്കുമെന്ന് സുഭാസ്കരന് നല്ല തീർച്ചയുമുണ്ട്. ഈ തിരിച്ചറിവിലായിരുന്നു എമ്പുരാനിൽ നിന്നുള്ള പിന്മാറ്റം. ഇതോടെ വെട്ടിലായത് പാവം ഗോകുലം ഗോപാലനും. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും കടന്നാക്രമിക്കുന്ന എമ്പുരാൻ പണിയാകുമെന്ന് കരുതാനുള്ള ബുദ്ധിയൊന്നും പാവം ഗോകുലം ഗോപാലന് ഉണ്ടായിരുന്നില്ല. സിനിമ ഇറങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ സംഘപരിവാർ ദേശീയ തലത്തിൽ തന്നെ വിവാദം ആളിക്കത്തിച്ചു. എമ്പുരാൻ പക്ക ഇന്ത്യ വിരുദ്ധമായ സിനിമ എന്നായിരുന്നു പ്രചാരണം. നികുതി വെട്ടിപ്പ് കേസും റെയ്ഡുമെല്ലാം നേരിട്ടിട്ടുള്ള ബിസിനസ്സുകാരൻ കൂടിയായ ഗോകുലം ഗോപാലന് ഇതോടെയാണ് കാര്യങ്ങൾ പന്തിയല്ലെന്ന് മനസ്സിലായത്. ഈ ഘട്ടത്തിലാണ് മോഹൻലാലിന്റെ പിന്തുണയും ഗോപാലന് കിട്ടിയത്. ഇതോടെയാണ് മോഹൻലാലിന്റെയും ഗോകുലത്തിന്റെയും ആവശ്യപ്രകാരം വിവാദ പരാമർശങ്ങളും സീനുകളും വെട്ടിമാറ്റാൻ തീരുമാനമായത്. ഇനി അറഞ്ചം പുറഞ്ചം വെട്ടുവീണ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയാലും ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം സംഘവിരുദ്ധം തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് മോഹൻലാൽ പരസ്യമായി ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞതും. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.